അത് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ്. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മെയിനായിട്ടും ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വന്നാൽ പുതിയ MSMEകൾ, അതായത് മീഡിയം സ്മോൾ മൈക്രോ എൻ്റർപ്രൈസസ്, അല്ലെങ്കിൽ ഇപ്പോൾ വീടുകളിലെല്ലാം ഇരുന്നിട്ട് നമ്മളിപ്പോൾ പലരും ഇൻസ്റ്റാഗ്രാം വഴിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ചെറുകിട ബിസിനസ് സംരംഭങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാം പുറം രാജ്യങ്ങളിലേക്ക് വളരെയധികം കസ്റ്റമേഴ്സ് കാണും. പക്ഷേ ഇപ്പോൾ ഒരു കസ്റ്റം ക്ലിയറൻസ് ഏജൻസി വേണം, അല്ലെങ്കിൽ അവർക്ക് ചില സമയങ്ങളിൽ അറിയില്ല എങ്ങനെയാണ് ഈ ഒരു പ്രോപ്പർ മാർഗം അയക്കുക. അതായത് ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ വേണമെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ ചെന്നിട്ട് സാധാ ഒരു പാർസൽ അയക്കുന്ന പോലെ അയക്കാൻ പറ്റും. പക്ഷേ DNK ആണെങ്കിൽ അവർക്ക് പലതരം ബെനിഫിറ്റ്സ് കിട്ടും. DNK കസ്റ്റമറായിട്ട് നമ്മൾ ഓൺ ബോർഡ് ചെയ്യുവാൻ വേണ്ടി എന്താ ആവശ്യമെന്ന് ചോദിച്ചാൽ IC കോഡ് വേണം, പിന്നെ ഒരു ലെറ്റർ ഓഫ് ഇൻറ്റൻറ്റ് വേണം, പാൻ കാർഡ് വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വേണം. ആ ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് DNK പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അവർക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ എന്താണോ അവർ പുറം രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് അത് ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതിനകത്ത് തന്നെ അവർക്ക് പലതരം സേവനങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻ്റർനാഷണലി അയക്കുമ്പോഴത്തേക്ക് ഇൻ്റർനാഷണൽ ട്രാക്ക് പാക്കറ്റ് എന്ന് പറയുന്ന സൗകര്യമുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പാർസലായിട്ട് അയക്കാൻ പറ്റും. അതെല്ലാം അവർക്ക് ചൂസ് ചെയ്ത് ഡെസ്റ്റിനേഷൻ കൺട്രി ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് അവർക്ക് എടുക്കാൻ പറ്റും. ആ പോർട്ടലിനകത്തുനിന്ന് തന്നെ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ PB പോസ്റ്റൽ ബിൽ ഓഫ് എക്സ്പോർട്ട്സ് എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അവർക്ക് മറ്റാരുടെയും സഹായമില്ലാതെ ഈ ഒരു വിൻഡോയിൽ കൂടി മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം അവരുടെ പാർസൽ പ്രോഡക്റ്റ് അവസാനം പാക്ക് ചെയ്ത് പറഞ്ഞിരിക്കുന്ന പോസ്റ്റ് ഓഫീസുകളിൽ എത്തിച്ചാൽ നമ്മൾ DNK വഴി എക്സ്പോർട്ട് ചെയ്യും.